നമസ്കാരം. സാമ്പത്തിക വർധനവിന് വാരാഹി ദേവിക്ക് നൽകുന്ന ഒരു ആരതിയെ കുറിച്ചാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുന്നത്. വെറും ഒരു ആരതി കൊടുത്തുകൊണ്ട് സാമ്പത്തിക വർധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയൊരു തട്ടമാണ്. തട്ടം എന്ന് പറയുന്നത് ചെറിയ പാത്രം. ആ പാത്രത്തിന്മേല് ഒരു കർപ്പൂരവല്ലിയുടെ ഇല നിങ്ങൾ ഇറുത്ത് വെക്കുക. ശേഷം ഒരു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇങ്ങനെ ഇറുത്തെടുത്ത കർപ്പൂരവല്ലി ഇല തട്ടത്തിന്മേൽ വെച്ച് അതിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം വെച്ച് നിങ്ങൾ കൊളുത്തി അത് ദേവിക്ക് 11 തവണ ആരതി നൽകുക എന്നുള്ളതാണ്. ആരതി കൊടുക്കുമ്പോൾ ഓം വജ്രകോശം എന്ന ദേവിയുടെ ഏറ്റവും എളുതായ ദിവ്യമാർന്ന നാമം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യധികം ശുഭപ്രദമാണ്. ഇനി പലർക്കും ഒരു സംശയമുണ്ട്, പച്ചക്കർപ്പൂരം കൊളുത്തിയാൽ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? ഇതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായ വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലളിത കർമ്മം ചെയ്യുന്നതിലൂടെ സമ്പത്തും സൗഭാഗ്യവും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ വർദ്ധിക്കാനായിട്ട് ആരംഭിക്കും. വാരാഹി ദേവി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്. വരാഹം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ മറ്റൊരു രൂപഭേദമാണ് എന്നുണ്ടെങ്കിൽ വാരാഹി മഹാലക്ഷ്മിയുടെ ആ ഒരു സ്ത്രൈണ ഭാവമാണ്. സപ്തമാതൃക്കളിൽ ഒരുവളാണ് വാരാഹി ദേവി എന്ന് പറയുന്നത്. മാത്രമല്ല കലിയുഗത്തിൽ ഇതര ദേവതകളെ അപേക്ഷിച്ച് ഈ മനുഷ്യന്റെ ശരീരവും മൃഗങ്ങളുടെ ഉടലുമുള്ള ദേവചൈതന്യങ്ങൾക്ക് മനുഷ്യനോട് വളരെയധികം സ്നേഹവും വാത്സല്യവും ഉണ്ട് എന്നുള്ളതാണ്. ഈ രീതിയിൽ വാരാഹി ദേവിയെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഭഗവതി സർവൈശ്വര്യവും സൗഭാഗ്യവും തന്ന് നമ്മെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ആരതിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാം.